വൺ പീസിൽ ആൻഷ്യൻ വെപ്പൺസ് എന്നറിയപ്പെടുന്ന പ്ലൂട്ടോൺ, പൊസൈഡൻ ആൻഡ് യുറാനസ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് വോയിഡ് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനാണ്. നമ്മളിപ്പോൾ കാണുന്ന വൺ പീസ് വേൾഡിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ ആയിരുന്നു അത്. ഈ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, അതായത് അവരാണിപ്പോൾ വേൾഡ് ഗവൺമെൻറ്. ഈ പ്ലൂട്ടോൺ എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഷിപ്പാണ്. റോബിൻ്റെ ഐലൻഡായ ഒഹാറയിലും പിന്നെ എന്നീസ് ലോബിയിലും ബസ്റ്റർ കാൾ വിളിക്കുമ്പോൾ വന്ന ആ ഒരു ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, അതിനേക്കാളും ഒരുപാട് പവർഫുള്ളാണ് പ്ലൂട്ടോൺ എന്ന ഈ ബാറ്റിൽ ഷിപ്പ്. അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ്സ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ജനറേഷൻസിലൂടെ കൈമാറുകയായിരുന്നു പൊസൈഡൻ. സീ കിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ, ഈ മെർമെയ്ഡ്സിൻ്റെ വംശത്തിലാണ് ഈ ഒരു പവർ കണ്ടുവരുന്നത്. നിലവിൽ ഈ പവർ ഷിരാഹോഷിക്കാണ് ഉള്ളത്. യുറാനസ്, മൂന്നിലും ഏറ്റവും മിസ്റ്റീരിയസ് ആയിട്ടുള്ളത് യുറാനസ് ആണ്. ഇതിൻ്റെ പവേഴ്സ് ആയിട്ട് പറയുന്നത് വെതർ മാനിപ്പുലേഷൻ ഓർ സ്കൈ റിലേറ്റഡ് പവേഴ്സ് ആയിരിക്കും എന്നാണ്. 100 വർഷത്തോളം വരുന്ന ടൈം പീരീഡാണ് വോയിഡ് സെഞ്ചുറി. ഇതിനെ ബ്ലാങ്ക് പീരീഡ് എന്നും പറയും. അതിനു കാരണം ഈ പീരീഡിൽ നടന്ന യാതൊരു കാര്യത്തെക്കുറിച്ചും ഒരു റെക്കോർഡും സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നത് പോലും കുറ്റകരമാണ്. പ്രസന്റ് ടൈമിൽ നിന്നും 800 മുതൽ 900 വർഷങ്ങൾക്ക് മുമ്പ് 20 രാജാക്കന്മാർ ആൻഷ്യൻ കിങ്ഡത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഒരു അലയൻസ് ഉണ്ടാക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തു. വോയിഡ് സെഞ്ചുറിയുടെ അവസാനത്തോടെ ആ ഒരു അലയൻസ് വേൾഡ് ഗവൺമെന്റായി മാറി. ഈ ആൻഷ്യൻ വെപ്പൺസ് ക്രിയേറ്റ് ചെയ്തത് വോയിഡ് സെഞ്ചുറിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കണം. ഇപ്പോൾ നിലവിൽ പോണിഗ്ലിഫ്സിലാണ് വോയിഡ് സെഞ്ചുറിയിലെ യഥാർത്ഥ ചരിത്രം ഒളിഞ്ഞിരിക്കുന്നത്. വിൽ ഓഫ് ഡി, ഇതിൽ വരുന്ന പീപ്പിൾസ് ഒക്കെ ആൻഷ്യൻ സിവിലൈസേഷന്റെ ഇൻഹെറിറ്റേഴ്സ് ഓർ ഗാർഡിയൻസ് ആയിരിക്കണം. ഒരു പക്ഷേ ഇവരുടെ മിഷൻ എന്ന് പറയുന്നത് വോയിഡ് സെഞ്ചുറിയിൽ നടന്ന കാര്യങ്ങൾ ലോകത്തെ അറിയിച്ച് വേൾഡ് ഗവൺമെന്റിനെ ഡിഫീറ്റ് ചെയ്യുന്നതാവാം. പ്രസന്റ് ടൈമിൽ ഷിരാഹോഷിയെ പോലെ ജോയ് ബോയ് ജീവിച്ചിരുന്ന ആ നൂറ്റാണ്ടിൽ വൺ ഓഫ് ദി ആൻഷ്യൻ വെപ്പണായ പൊസൈഡന്റെ പവർ ഹോൾഡറായി ഒരു മർമെയ്ഡ് ഉണ്ടായിരുന്നു. ആ മർമെയ്ഡിന് അല്ലെങ്കിൽ പൊസൈഡന് ജോയ് ബോയ് ഒരു പ്രോമിസ് കൊടുത്തു. ജോയ് ബോയ് ഫിഷ്മൻ ഐലൻഡിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഫിഷ്മൻസ് മനുഷ്യരിൽ നിന്ന് ഒരുപാട് ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. അതിന് കാരണം നിലവിലെ വേൾഡ് ഗവൺമെന്റ് ആണ്. ആൻഷ്യൻ വെപ്പൺസിന്റെ ശരിയായ ഉപയോഗത്തിലൂടെ നിലവിലെ വേൾഡ് ഗവൺമെന്റിന്റെ പവർ ഇല്ലാതാക്കുക എന്നതായിരിക്കണം ആ പ്രോമിസ്. ഈ പ്രോമിസിന്റെ മറ്റൊരു ഭാഗമായിരുന്നു നോവ എന്ന വലിയ ഷിപ്പ് പൊസൈഡന്റെ സീ കിങ്സിനെ കൺട്രോൾ ചെയ്യുന്ന പവർ ഉപയോഗിച്ച് സർഫേസ് വേൾഡിലോട്ട് കൊണ്ടുവരിക എന്നത്. എന്നാൽ ഈ പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ ജോയ് ബോയിയെ കൊണ്ട് പറ്റിയില്ല. ഇതുപോലെ തന്നെ ലൂഫിയും ഷിരാഹോഷിക്കൊരു പ്രോമിസ് കൊടുക്കുന്നുണ്ട്. ഫിഷ്മൻ ഐലൻഡിനും കടലിനും വെളിയിലുള്ള കാടുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഷിരാഹോഷിയെ കൊണ്ടുപോകാം എന്നതായിരുന്നു ആ പ്രോമിസ്. ലൂഫി ജോയ് ബോയുടെ പുനർജന്മമാണ് എന്നുള്ളതിന് മറ്റൊരു തെളിവാണിത്.